ഇവിടെ അരങ്ങേറിയ നാടകങ്ങളൊന്നും എനിക്ക് മറക്കാൻ കഴിയില്ല. ഒരു ജീവൻ ബലി കൊടുത്തു തന്നെയാ അവർ മറ്റൊരു ജീവൻ നേടിയത്. കുഞ്ഞിനെ വേണ്ടെന്ന് വച്ചിരുന്നെങ്കിൽ നമുക്ക് നമ്മുടെ മോളെ ഇല്ലാതാവുമോ? ഈ പെൺകുട്ടികൾക്ക് അമ്മയെ നഷ്ടമാവുമായിരുന്നോ? ഞാൻ പറഞ്ഞു പോയതല്ല, പറയിപ്പിച്ചതാ. ഇനി നീ ഇവിടെ ഒരക്ഷരം ശബ്ദിച്ചു പോകരുത്. ഇറങ്ങി പോകാനാ പറഞ്ഞത്. ബാലചന്ദ്രൻ പുറത്തേക്ക് വിരൽ ചൂണ്ടി. ഞങ്ങളുടെ കൂടെ വരുന്നെങ്കിൽ നിങ്ങൾക്ക് വേണ്ടതൊക്കെ എടുത്ത് ഇറങ്ങാൻ നോക്ക്. പിന്നെ ഹേമാംബികയുടെ വീട്ടിലേക്ക് പോകാമെന്ന മോഹം നടക്കാൻ പോകുന്നില്ല. സാരി പിടിച്ച് മുഖം തുടച്ചുകൊണ്ട് വസുമതി പുറത്തേക്ക് നടന്നു. ബാലചന്ദ്രൻ അലിവോടെ തീർത്ഥയുടെ ശിരസിൽ തഴുകി. മോള് ചെന്ന് അച്ഛനോട് അനുവാദം ചോദിക്കേ. അച്ഛൻ പറയുന്നത് വേണം അനുസരിക്കാൻ. ബാലചന്ദ്രൻ തിരിഞ്ഞു നടന്നു. ചേച്ചി, ദൈന്യതയോടെ കീർത്തന വിളിച്ചു. അച്ചമ്മയ്ക്ക് നമ്മളെ വേണ്ടെന്ന് മനസ്സിലായില്ലേ? അനിയനെ അച്ചമ്മ ഇന്ത്യവരത്തേക്ക് തന്നെ കൊണ്ടുപോകും. അനിയൻ? തീർത്ഥ മുഖമുയർത്തി. അവളുടെ കരച്ചിൽ നിലച്ചിരുന്നു. നിറഞ്ഞ കണ്ണുകളിൽ പകയും വെറുപ്പും ഓളം വെട്ടി. മുത്തശ്ശി പറഞ്ഞത് സത്യമാ. അവൻ കാരണമാ നമുക്ക് നമ്മുടെ അമ്മയെ നഷ്ടമായത്. അവൻ എന്തു ചെയ്തെന്നാ? കീർത്തന അമ്പരന്നു. എന്തു ചെയ്തെന്നോ? എവിടെയോ പോയി അച്ഛൻ മന്ത്രവാദമൊക്കെ ചെയ്തിട്ട് അവനുണ്ടായത്. ഒരിക്കൽ അച്ഛമ്മ വന്ന് അമ്മയോട് പറഞ്ഞത് നീ മറന്നോ? ഹേമാംബികയുടെ വരവും വെല്ലുവിളിയും കീർത്തന ഓർത്തു. അച്ഛമ്മ ഭീഷണിപ്പെടുത്തിയിട്ടും അമ്മ തീരുമാനം മാറ്റിയില്ല. നമ്മുടെ സങ്കടം കണ്ടിട്ടാ പാവം അമ്മ ഒടുവിൽ പ്രസവിക്കാമെന്ന് സമ്മതിച്ചത്. അതുവരെ ആ കുഞ്ഞിനെ അമ്മയ്ക്ക് വേണ്ടായിരുന്നു. സത്യമല്ലടി ഞാൻ പറയുന്നത്? തീർത്ഥയുടെ കണ്ണിൽ നിന്ന് കണ്ണീർ ഒഴുകിക്കൊണ്ടിരുന്നു. കീർത്തന തലയാട്ടി. അമ്മയുടെ സങ്കടം കണ്ട് നമ്മളെ നിർബന്ധിക്കാതിരുന്നെങ്കിൽ അമ്മ നമ്മളെ വിട്ടു പോവില്ലായിരുന്നു. നമ്മളായിട്ട് നമ്മുടെ അമ്മ. അവൾ ഏങ്ങലടിച്ചു കരഞ്ഞു. കീർത്തനയും കൂടെ കരഞ്ഞു. നമുക്ക് മുത്തച്ഛൻ്റെ മുത്തശ്ശിയുടെ കൂടെ പോകാം. നമുക്കിനി അവരേയുള്ളൂ. ആ കുഞ്ഞ അമ്മ മരിക്കാൻ കാരണം. നമ്മൾ എന്തിനതിനെ കാണാൻ നിൽക്കണം? നമുക്ക് ആ കുഞ്ഞ് ആരുമല്ല. തീർത്ഥ രണ്ട് കൈകൊണ്ട് മുഖം തുടച്ചു. നിന്റെ ഡ്രസ്സും ബുക്കുകളും ഒക്കെ എടുത്തോ. അമ്മയില്ലാത്ത വീട്ടിൽ നമ്മളിനി നിൽക്കാൻ പാടില്ല. തീർത്ഥ എഴുന്നേറ്റ് പോയി. എന്തു വേണ്ടു എന്നറിയാതെ അവളെ നോക്കി കീർത്തന കരഞ്ഞു. യജ്ഞേഷ് കൊടുത്ത ചായ ഒരിറക്ക് കുടിച്ച് സച്ചിദാനന്ദൻ കപ്പ് ടേബിളിൽ വെച്ചു. വീണ്ടും അയാൾ മിഴികൾ പൂട്ടി. കൺമുന്നിൽ ശാലിനി വന്ന് നിൽക്കുന്നത് പോലെ അയാൾക്ക് തോന്നി. അവൾ തന്നെ വിട്ടുപോയെന്ന് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല. സച്ചിയേട്ട എന്ന വിളി കേട്ട് ഉണരാത്ത രാത്രികളില്ല.